ലെസ്റ്ററിലും പരിസര പ്രദേശത്തുമുള്ള ഭക്ഷണപ്രേമികൾക്ക് ഒരു സന്തോഷ വാർത്ത. പുതിയ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. പേര് 90s മിക്സ്. സിറ്റി സെന്ററിൽ വന്ന ഏറ്റവും എളുപ്പമാണ്. ആർഗോസിന്റെ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ട് നേരെ ഓപ്പോസിറ്റുള്ള ചേർച്ച് റോഡിലൂടെ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അതാണ് 90s മിക്സ്. അവരുടെ ടാഗ്ലൈൻ എന്താണെന്നറിയോ? അൺലോക്ക് ദ പാസ്റ്റ് ആൻഡ് ടേസ്റ്റ് ദി ഫ്യൂച്ചർ. നമ്മുടെ ഫ്യൂച്ചർ എവിടെയാണ്? ലെസ്റ്ററിലാണ്. അപ്പോൾ അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ആംബിയൻസ് ആണ് അവിടെയുള്ളത്. ഇനി പാസ്റ്റ് എന്താണ്? നാടൻ കള്ളുഷാപ്പും നാടൻ രുചികളൊക്കെ തന്നെയല്ലേ. അതിനെ നമുക്ക് അതിനുള്ളിൽ കയറി അൺലോക്കും ചെയ്യാം. നല്ല ഒരു ആംബിയൻസ് ആണ് അവരോട് കൊടുത്തിരിക്കുന്നത്. ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടുള്ള കുറേ ഏരിയാസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ വളരെ ശാന്തമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. പിന്നെ ഇൻറ്റീരിയറൊക്കെ കുറച്ചുകൂടെയൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. അവരിപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളൂ. പക്ഷേ ഉള്ളിടത്തോളം വളരെ ഭംഗിയായിട്ടാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് അവിടുത്തെ സ്റ്റാഫിൻ്റെ പെരുമാറ്റമാണ്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ചാടിച്ചാടി നിൽക്കുന്ന സ്റ്റാഫ് എന്നറിയില്ലേ, അതുപോലത്തെ ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾക്ക് വലിയ താമസമൊന്നും തോന്നില്ല. ഇതൊരു റെസ്റ്റോ ബാറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറിൻ്റേതായിട്ടുള്ള ഒരു ശാന്തമായ മ്യൂസിക്കും അതുപോലെയുള്ള ഒരു ലൈറ്റിങ്ങും ഒക്കെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്യാൻ സാധിക്കും. എല്ലാത്തരം ഐറ്റംസും ഉണ്ട്. നാടൻ കള്ള് മുതൽ ബിയർ മുതൽ നാടൻ എന്താ പറയുക വാറ്റുചാരായങ്ങൾ, അതായത് ഒറ്റക്കൊമ്പൻ, മണവാട്ടി, ഓൾഡ് മങ്ക്, ടാക്കമാക്ക എന്ന് വേണ്ട എല്ലാത്തരം വിദേശീയമായ ഐറ്റംസും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പോകാൻ പറ്റിയ ഒരു ഇടം തന്നെയാണ് 90s മിക്സ് റെസ്റ്റോറൻറ്റ്. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം, അവർക്കൊരു പാർട്ടി സ്പേസും കൂടി ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ മുകളിൽ അവർ ഒരു റെസ്റ്റോറൻറ്റൊക്കെ ആയിട്ട് തന്നെയാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്നാൽ പോലും ഒരു പാർട്ടിക്കൊക്കെ നമുക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പേസ് അവർ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്ത് തരും. അവിടെയും ഇതുപോലെ തന്നെ ഒരു ബാർ സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ നല്ല കോക്ടെയിലൊക്കെ മിക്സ് ചെയ്ത് കിട്ടുന്ന ഒരു സ്ഥലവും കൂടിയാണ്. അതുപോലെ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടുള്ള ഒത്തിരി സ്പേസും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളൊരു പാർട്ടിക്കൊക്കെ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടുള്ള ഏരിയ ഉണ്ട്. അതുപോലെ ബഫേ ടൈപ്പിൽ അവർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരാനായിട്ടുള്ള സെറ്റപ്പും അവർക്കുണ്ട്. പിന്നെ പാട്ടൊക്കെ വെച്ച് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയും അവിടെ അവൈലബിൾ ആണ്. ആംബിയൻസ് ഒക്കെ അവിടെ കിട്ടെ. ഫുഡ് എങ്ങനെയുണ്ട് എന്നല്ലേ നിങ്ങളിപ്പോൾ മനസ്സിൽ ആലോചിച്ചത്. നല്ല അടിപൊളി ഫുഡ്, ഒരു നാടൻ ടേസ്റ്റിൽ ഒരു മോഡേൺ ടച്ചും കൂടി എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അവരുടെ മെനു കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു മെനു ആണ്. പക്ഷേ ഇപ്പോൾ ഓപ്പണിംഗ് ആയതുകൊണ്ട് എല്ലാ ഐറ്റംസും അവൈലബിൾ ആയിട്ടില്ല. പക്ഷേ ഇനി ഒരുപാട് ഐറ്റംസ് ഇതിൽ ആഡ് ചെയ്യാനുണ്ട്. പക്ഷെ ഉള്ളത് തന്നെ നല്ല കിടു ഐറ്റം കേട്ടോ. ഞങ്ങൾ ഓർഡർ ചെയ്ത് കാന്താരി ഫിഷ് തവ ഫ്രൈ ആയിരുന്നു. സീബാസ് ഫിഷിലാണ് അത് ചെയ്തത്. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു മസാല, ആവശ്യത്തിന് സ്പൈസി ആയിട്ട് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റിലുള്ള ഒരു മസാലയായിരുന്നു. അതുപോലെ ചില്ലി ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ചില്ലി ചിക്കൻ ആയിരുന്നു. പൊറോട്ടയും അതുപോലെ നല്ല അടിച്ച പൊറോട്ട, ബീഫ് റോസ്റ്റ്, എന്താ ബട്ടർ ചിക്കൻ, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് നെയ്ച്ചോറും ബീഫ് കറി ആയിരുന്നു കേട്ടോ. പണ്ട് നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ കഴിക്കുന്ന ഒരു നെയ്ച്ചോറ് ബീഫ് കറിയില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ മനസ്സും വയറും നിറച്ച് ഫുഡ് കഴിക്കണമെങ്കിൽ 90s മിക്സിലേക്ക് വിട്ടോളൂ.